അങ്ങനെ ശ്രുതിയാണെങ്കിൽ ആ സ്വർണം മാറ്റി വെച്ചല്ലോ, അത് ചന്ദ്രമതി കൊടുത്തും വിട്ടല്ലോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത് മുക്കുമണ്ഡമാണെന്നുള്ള വിവരം സച്ചിയും രേവതിയും അറിയുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് അറിയുന്നതെന്നുള്ളതൊക്കെ അടുത്തൊരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ഇത് സ്വർണം എങ്ങനെ മുക്കുമണ്ഡമായി എന്ന് കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിലാണ്. ചന്ദ്ര പറയുന്നുണ്ട്, രേവതിയാണെങ്കിൽ അവളുടെ വീട്ടിൽ ഇട്ടുകൊണ്ട് പോയിരുന്നല്ലോ, ആ സമയത്ത് അവളുടെ അമ്മയാണെങ്കിൽ ആ സ്വർണം മാറ്റിയിട്ട് അത് മുക്കുവണ്ടമാക്കി കൊടുത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയുടെ വീട്ടുകാരെയാണ് ചന്ദ്രമതി കുറ്റം പറയുന്നത്. ഇത് കേട്ടോണ്ട് സച്ചിൻ രേവതിയും ചന്ദ്രനെ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഇട്ട സ്വർണം തന്നെയാണ് അമ്മയുടെ കയ്യിൽ ഊർത്തുന്നത്, അത് എൻ്റെ തന്ന സ്വർണം തന്നെയാണ്, ഞങ്ങളത് മാറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ അവളുടെ തടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കുടുക്കിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ രേവതിയും സച്ചിയും കൂടെ കൂടിയിട്ട് ഇതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് കരുതിയിരിക്കുകയാണ്. അങ്ങനെ ഉച്ച സമയമാകുമ്പോഴേക്കും വർഷ നേരെ ശ്രീകാന്തിൻ്റെ ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. ശ്രീകാന്ത് ചോദിക്കുകയാണ്, അല്ല വർഷേ, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേ, എന്നെ മിസ് ചെയ്യുന്നോ എന്ന് ചോദിക്കുമ്പം രാവിലെയല്ലേ ഞാൻ ശ്രീകാന്തിനെ കണ്ടത്, പിന്നെ എങ്ങനെ മിസ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം പിന്നെ ഫുഡ് കഴിക്കാൻ വന്നതാണോ? അതൊന്നും അല്ല ശ്രീകാന്ത്, ഞാൻ ഫുഡൊക്കെ കഴിച്ചു, എന്നോട് രേവതി ചേച്ചി വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. രേവതി ചേച്ചിയോ? അതെന്തിനായിരിക്കും, അതറിഞ്ഞൂടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. രേവതിയും സച്ചിയും കൂടെ സംസാരിക്കുകയാണ്. രേവതി പറയുന്നുണ്ട്, അല്ല സച്ചിയേട്ടാ, നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കും? ഞാനൊരു കാര്യം പറയാം, ഇമിറ്റേഷൻ ജ്വല്ലറി അവൻ മേടിച്ചല്ലോ, ആ ജ്വല്ലറിയിൽ നിന്ന് വിളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവനെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ? എൻ്റെ പൊന്ന് സച്ചിയേട്ടാ, സച്ചിയേട്ടൻ്റെ സൗണ്ടൊക്കെ അവർക്ക് മനസ്സിലാവില്ലേ? ഞാൻ വിളിച്ചാലും മനസ്സിലാവും, പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. അതിനല്ലേ നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് വർഷയുള്ളത്, നമുക്ക് അവളോട് ചോദിക്കാമെന്ന് പറയാണ്. അത് നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ രേവതിയും സച്ചിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ രേവതിയും സച്ചിയും കൂടി നേരെ ഹോട്ടലിലേക്ക് വരികയാണ്. ശ്രീകാന്തും വർഷയോട് ഇരിപ്പുണ്ട്. എന്താ സച്ചിയേട്ടാ, എന്തിനാ ഞങ്ങളുടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന് ചോദിക്കാം കേട്ടോ വർഷ. അതൊക്കെയുണ്ട്, വീട്ടിൽ നിന്നും ആ സ്വർണം കാണാതെ പോയതിൻ്റെ കാരണക്കാരൻ ശ്രുതിയാണെന്നാണ് എൻ്റെ സംശയം എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയാണ്, അതെങ്ങനെ സച്ചിയേട്ടൻ ഉറപ്പിച്ച് പറയാൻ പറ്റും? അത് മുക്കുവണ്ടമായി പോയതിന് ശ്രുതിയേട്ടൻ തന്നെയാണ് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പൊന്നും ഇല്ലല്ലോ. എടാ, നമ്മുടെ വീട്ടിൽ അമ്മാതിരി പണിയൊക്കെ ചെയ്യുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് ശ്രുതിയാ. പിന്നെ അവൻ്റെ ഭാര്യ ശ്രുതിയും രണ്ടും കൂടെ ചേരും. ഈനാമ്പിച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ അവസ്ഥയാണ് രണ്ടും കൂടെ ചേർന്നാൽ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയാണ്, നമുക്കതങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അത് ഉറപ്പിക്കാനാടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എങ്ങനെ? അല്ല, നമുക്ക് സുധീര ഫോണിലേക്ക് ഞാൻ വേറെ സിമ്മ് കൊണ്ടുവന്നിട്ടുണ്ട്, ഈ സിമ്മീന് സുധീര ഫോണിലേക്ക് വിളിച്ചിട്ട് ഇമിറ്റേഷൻ ജ്വല്ലറി അന്ന് മേടിച്ച കടയിൽ നിന്നാണ് വിളിക്കുന്നത്, സാറിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിളിക്കട്ടെ എന്ന് പറയാണ്. അതിന് ആര് വിളിക്കും? അതിനല്ലേ നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് വർഷയുള്ളത് എന്ന് പറയുമ്പോൾ വർഷ പറയാണ്, സച്ചിയേട്ടാ അത് സൂപ്പർ ഐഡിയ, ഞാൻ വിളിക്കാം, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. ശ്രീകാന്തിനാണെങ്കിൽ ചെറിയ പേടിയുണ്ട് കേട്ടോ. സച്ചിയേട്ടാ അത് വർക്കൗട്ട് ആവോ? ശരിയാവോ? എടാ ശരിയാവും, കള്ള ആരാ ചെയ്തെന്നെങ്കിലേ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. എൻ്റെ രേവതിനെയും അവളുടെ വീട്ടുകാരെയും അമ്മ പറഞ്ഞതൊക്കെ നീ കേട്ടതല്ലേ, അവരാ ഇപ്പോൾ മോഷ്ടാക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് എന്തായാലും എനിക്ക് ഈ സത്യം തെളിയിക്കണം. അത് മാത്രമല്ല, എൻ്റെ അച്ഛമ്മയും എൻ്റെ അച്ഛനും കൂടിയിട്ട് രേവതിക്ക് കൊടുത്ത സ്വർണ്ണം, അത് എങ്ങനെ പോയാലും 5-5 ലക്ഷം രൂപയുടെ സ്വർണം വരും. അതങ്ങനെ കളയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മുറി പണിയുന്ന കാര്യം വന്നപ്പോൾ പോലും ഞങ്ങളത് എടുക്കാതിരിക്കായിരുന്നു. എന്നിട്ടിപ്പോൾ അവൻ്റെ ആവശ്യത്തിന് അവൻ അങ്ങനെ കട്ടെടുത്തോണ്ട് പോയെങ്കിലേ അത് ഉറപ്പായും തെളിയിച്ചിരിക്കണം എന്ന് തന്നെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സിം ഇട്ടിട്ട് സച്ചിയുടെ നമ്മുടെ വർഷയുടെ ഫോണിൽ നിന്നും സുധീനെ വിളിക്കാൻ കേട്ടോ. അങ്ങനെ സുധി കോൾ എടുക്കുന്നുണ്ട്. ആരാന്ന് ചോദിക്കുമ്പം സുധി സാറല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, ആരാന്ന് ചോദിക്കുമ്പം സാർ, കുറച്ച് ദിവസം മുമ്പേ സാർ ഇവിടുന്ന് കുറച്ച് റോൾഡ് ഗോൾഡിൻ്റെ സ്വർണ്ണമൊക്കെ ആ ഒരു ഗോൾഡ് മേടിച്ചിരുന്നില്ലേ, അതിന് ഫീഡ്ബാക്ക് അറിയാൻ വിളിച്ചതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് സുധീന് ആലേക്കാണ് കേട്ടോ, ഈശ്വര ഇനി സച്ചിയം കാണാം, അതിൻ്റെ പേരിൽ ആളെ മാറ്റി സംസാരിക്കുകയാണെങ്കിലോ എന്നവൻ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ഞാനോ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ അങ്ങനെ ഒരു ജ്വല്ലറി മേടിച്ചിട്ടില്ല. അയ്യോ സാറേ, സാറ് മറന്നുപോയോ? സാറ് തന്നെയല്ലേ ഇവിടെ വന്നിട്ട് കുറേ സ്വർണ്ണാഭരണങ്ങളുടെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് ആ റോൾഡ് ഗോൾഡ് കൊണ്ടുപോയത്? ഇന്നേ വരെ ആരും അതിന് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സാറിനോട് ഞാൻ ഫീഡ്ബാക്ക് ചോദിച്ചത്. കണ്ടിട്ട് ആരെങ്കിലും ഒറിജിനൽ പോലെ തോന്നുന്നോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു സാർ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനങ്ങനെ വാങ്ങിച്ചിട്ടേ ഇല്ല. നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞത്? നിങ്ങൾ വെറുതെ ആളെ വടിയേക്കാൻ വേണ്ടി വിളിക്കുകയാണോ? മേലാൽ ഇങ്ങോട്ട് വിളിച്ചു പോകരുത്, വിളിച്ചാലേ ഞാൻ സൈബേഴ്സിൽ കംപ്ലൈൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രേവതി പറയാണ്, അയ്യോ സച്ചിയേട്ടാ, സുധി അങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ സുധിയെ ആയിരിക്കില്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ സംശയം അവൻ തന്നെ ആണെന്നാ. വർഷ പറയുന്നുണ്ട്, അതെ സച്ചിയേട്ടാ,
ഞാനേ സാറ് മേടിച്ച ആ റോൾഡ് ഗോൾഡിന്റെ കാര്യമെന്ന് പറഞ്ഞപ്പോ തന്നെ സുധിയേട്ടൻ കണ്ടോ ഒരു സെക്കൻഡ് ഒന്ന് മിണ്ടാന്ന് ആലോചിക്കായിരുന്നു. അതിനുശേഷമാണ് മറുപടി പറഞ്ഞത്. ശ്രീകാന്ത് പറയാണ് അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട് എന്തായാലും ഈ ഐഡിയ ചീറ്റിപ്പോയി. ഞാനേ വേറെന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. അവളുടെ ഞാനേ 8 നില പൂട്ടിയിരിക്കും, നീ നോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയും സച്ചിയും കൂടി അവിടെ നിന്ന് ഇറങ്ങുന്നു കേട്ടോ. സച്ചിനെ സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് ശ്രീകാന്ത്. വർഷ പറയുന്നുണ്ട് നീ എന്താടാ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? അല്ല വർഷേ, എനിക്ക് നല്ല പേടിയുണ്ട്. ഇനി സച്ചിയേട്ടൻ ഇതെങ്ങാണം സുധിയേട്ടനെന്ന് അറിഞ്ഞ് വീട്ടിൽ പ്രശ്നം എങ്ങാണം ഉണ്ടാക്കിയാലോ, അന്നത്തെ പോലെ തമ്മിത്തരങ്ങാണം ആയാലോ എന്ന് എനിക്ക് പേടിയുണ്ട്. അത് പിന്നെ സച്ചിയേട്ടന്റെ സ്വർണ്ണല്ലേ, അതങ്ങനെ സുധീരനെ എടുത്തെങ്കിൽ ഉറപ്പായിട്ടും അതിന് ചോദ്യം ചെയ്തില്ലേ പറ്റുള്ളൂ എന്ന് ചോദിക്കാണ്. എങ്കിലും എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് ശ്രീകാന്ത് പറയുന്നു കേട്ടോ. അങ്ങനെ ശ്രീകാന്തും വർഷയും കൂടി അവിടുന്ന് കുറച്ചേരം സംസാരിച്ചിട്ട് പിരിയാണ്. പുറത്തേക്ക് വന്ന ശേഷം രേവതി ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിയേട്ടാ, സച്ചിന് വണ്ടി ഓടിക്കാനൊന്നും പോകുന്നില്ലേ? വണ്ടി ഓടിക്കാനോ? ഞാനോ? എനിക്കെങ്ങും വയ്യ. ഈ ഒരു കാര്യമാണ് ഇപ്പൊ എന്റെ തലയില്. അതാരാ കൊണ്ടുപോയെന്നും അതെങ്ങനെ പോയെന്നും എനിക്കറിയണം രേവതി, അല്ലാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല. സച്ചിയേട്ടൻ ഇതുവരെ അത് വിട്ടില്ലേ, ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി പറയാണ്, എനിക്ക് കുറച്ച് സ്ഥലത്തെ പൂ കൊടുക്കാൻ പോണം, ഞാൻ പോവാം. ഇതേ സമയത്ത് തന്നെ സച്ചി ആണെങ്കിലും ആ വണ്ടി നിർത്തിയിരിക്കുന്ന സ്റ്റാൻഡിലേക്ക് പോവാണ് കേട്ടോ. സ്തുതി ആണെങ്കിലോ പരക്കം പാഞ്ഞ് നേരെ അവൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അമ്മയെ അച്ഛനോടും ചോദിക്കാണ്. അച്ഛനോടില്ല, പുറത്തേക്ക് പോയെന്ന് പറയുമ്പം ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ ചോദിക്കാണ്. ഇല്ലടാ, ഞാൻ മാത്രമേ ഉള്ളൂ, അമ്മ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് മുറിയിൽ കേട്ടിട്ട് ശ്രുതിയാണെങ്കിൽ കഥ അടയ്ക്കുന്നുണ്ട്. എന്താടാ, എന്താ കാര്യം? നീ കാര്യം പറ. അമ്മേ, അത് പിന്നെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്ത് കാര്യം? എന്നെ ആ റോൾഡ് ഗോൾഡ് മേടിച്ച് കടയിന്ന് വിളിച്ചു. റോൾഡ് ഗോൾഡ് മേടിച്ച് കടയുന്നോ? അതിനാണോ നീ പരക്കം പാഞ്ഞു വന്നേ? അമ്മ അതൊന്നും അല്ല. അമ്മ ശ്രദ്ധിച്ചു കേക്ക്. എന്നെ ഒരാൾ വിളിച്ചു, എന്നിട്ട് ആ റോൾഡ് ഗോൾഡിന്റെ ഫീഡ്ബാക്ക് ഒക്കെ പറയാൻ പറഞ്ഞു. അത് കേട്ട് ഞാനൊന്ന് ഷോക്കായിപ്പോയി. നമ്മളാ സ്വർണം മേടിച്ചില്ലേ? നമ്മളല്ല, നീയാ മേടിച്ചത്. അല്ലടാ, ഈ റോൾഡ് ഗോൾഡിനൊക്കെ ആരെങ്കിലും ഫീഡ്ബാക്ക് വയ്ക്കുവോ? ഇല്ലമ്മേ, സ്വർണം മേടിച്ചപ്പോലും ആരും അങ്ങനെ വിളിച്ചെന്നും ചോദിക്കില്ല. പക്ഷെ ഇത് ചോദിച്ചപ്പോ എനിക്കെന്തോ ഒരു പേടി പോലെ. ഇനി സച്ചിയെങ്ങാണോ ആണാമേ? എടാ, സച്ചിയുടെ സൗണ്ട് കേട്ടാ നിനക്കറിയില്ലേ? സച്ചി അല്ലമ്മേ, ആണുങ്ങളല്ല പെണ്ണുങ്ങളാ. അപ്പൊ പിന്നെ രേവതി ആയിരിക്കൂടാ. രേവതി ഒന്നും അല്ലമ്മേ, ഭയങ്കര ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചത്. കേൾക്കാനൊക്കെ നല്ല നല്ല ഇതുള്ള സൗണ്ടായിരുന്നു. നല്ല പഠിത്തമൊക്കെ ഉള്ള പെൺകുട്ടിയാണെന്ന് തോന്നിക്കുന്നേ. അതുകൊണ്ടാ ഞാൻ ആകപ്പാടെ കൺഫ്യൂഷൻ ആയപ്പോയത്. ഇടാ പൊട്ടാ, നിന്റെ വായിന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞോ? ഇല്ലമ്മേ, സൈബർ സെല്ലിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫോൺ കട്ടാക്കിയമ്മേ. ആ, അങ്ങനെ എന്നാ മതി. സച്ചിക്ക് നല്ല സംശയമായിട്ടുണ്ട്. മിക്കവാറും സച്ചി ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ചിറങ്ങും. അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിച്ചോണം എന്ന് പറയുന്നുണ്ട്. ശരിയമ്മേ എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഈശ്വര, ഇവനിനി എന്തൊക്കെ വരുത്തി വെക്കോ? ഇവനെങ്ങാണ് സത്യം പറഞ്ഞ എന്നെ കൂടി ഇവിടുന്ന് രവിയോടിന് അടിച്ചിറക്കുമല്ലോ എന്നൊന്നും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ ടെൻഷൻ അടിച്ച് നിൽക്കാണ്. രേവതി കുറച്ച് സ്ഥലത്ത് പൂവൊക്കെ കൊടുക്കാൻ പോയിരിക്കായിരിക്കും. ഈ സമയത്ത് സച്ചി രേവതിയെ വിളിക്കുന്നുണ്ട്. അല്ല രേവതി, നീ എവിടാ എന്ന് ചോദിക്കുമ്പോൾ, സച്ചിയേട്ടാ, ഞാൻ പൂ കൊടുക്കാനായിട്ട് ഒരു കട വരെ വന്നാണെന്ന് പറയുന്നുണ്ട്. നീയേ നമ്മുടെ ബാമാൻഡിയുടെ വീട് വരെ ഒന്ന് വന്നേന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടേക്കോ? എന്തിനാന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട്, നീ അങ്ങോട്ടേക്ക് വാ എന്ന് പറയാണ്. അങ്ങനെ രേവതി ആണെങ്കിൽ ബാമയുടെ വീടിൻ്റെ അവിടെ പോയി കാത്തു നിൽക്കായിരിക്കും കേട്ടോ. ഈ സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട്. എന്റെ സച്ചിയേട്ടാ, എന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? അല്ല, എനിക്കൊരു ഡൗട്ട്. നമ്മുടെ അമ്മ എന്തുണ്ടെങ്കിലും ഈ ബാമേനോട് പറയുന്നല്ലേ? എന്തുണ്ടെങ്കിലും ഒരു കാര്യം മറച്ചു വെക്കത്തുമില്ല. അപ്പൊ എനിക്കൊരു സംശയം, അമ്മ ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാമേനോട് പറഞ്ഞു കാണുമല്ലോ. സച്ചിൻ ഇതുവരെ വിട്ടില്ല സച്ചിയേട്ടാ. അങ്ങനെ വിടാൻ പറ്റുമോ? ഞാൻ എന്തായാലും ഈ കാര്യം തീരുമാനിച്ചതല്ലേ. ഈ കാര്യമേ അറിഞ്ഞിട്ടുള്ള ബാക്കി കാര്യം. സച്ചിയേട്ടാ, എന്റെ അച്ഛൻ പറയാറുണ്ട്, മേഘം പോലെയാണ് കള്ളെന്നും ഒരിക്കലും അറിഞ്ഞിരിക്കാൻ പറ്റില്ല. എന്നായാലും അത് പുറത്തേക്ക് വന്നേ പറ്റുള്ളൂ. ഓഹോ, അപ്പൊ എന്റെ അമ്മായിപ്പം ഭയങ്കര ജ്ഞാനിയല്ലേ? ആ സ്വഭാവമാണോ നിനക്കും കിട്ടിയത് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അകത്തേക്ക് കയറിപ്പോവാണ്. മയത്തില് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ കാര്യം ചോദിച്ച് മനസ്സിലാക്കി എടുക്കണം എന്ന് പറയുന്നു കേട്ടോ. ഇവരെ കാണുമ്പോ തന്നെ സച്ചിൻ രേവതിയോ കയറി വാ, നിങ്ങളെന്താ സ്പെഷ്യലായിട്ട് ഇങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ, അല്ല സച്ചിയുടെ കൂട്ടുകാരനാണെങ്കിൽ ഒരു ഫ്രൂട്ട്സിന് മൊത്തമായിട്ട് മേടിച്ചിട്ട് ബാക്കി വന്നതാ. അപ്പൊ അത് മാമിയാൻറ്റി കൂടെ തന്നേക്കാന്ന് കരുതിയിട്ട് ഞങ്ങൾ വന്നാന്ന് പറയുന്നുണ്ട്. ആണോ? എങ്കിൽ ഞാൻ ജ്യൂസ് എടുക്കാന്ന് പറയുമ്പം, അയ്യോ ആൻറ്റി ഒന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഞാൻ മുറുക്കെടുക്കാം. വേണ്ട ആൻറ്റി, ഇവിടെ ഇരിക്ക്, ഞങ്ങൾ ചുമ്മാ കുറച്ച് സംസാരിക്കാൻ വന്നതല്ലേ. അന്നത്തെ അച്ഛമ്മയുടെ ഫംഗ്ഷൻ ആണെങ്കിൽ പോലും ബാമിയാൻറ്റിയുടെ കാര്യമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. അന്ന് ഭക്ഷണം കഴിച്ചെന്ന് പോലും ചോദിച്ചില്ല. അത് പിന്നെ കഴിക്കാതെ രേവതിനെ വിടുവോ? രേവതി എനിക്ക് ഭക്ഷണമൊക്കെ തന്നു. അന്നത്തെ ഫുഡൊക്കെ രേവതി ഉണ്ടാക്കിയതല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ല.
ആ എന്തായാലും എല്ലാരും കൂടി അച്ഛമ്മയെ സന്തോഷവതിയാക്കിയല്ലോ. നിങ്ങൾ തന്നെ ആ ഗിഫ്റ്റ് അടിച്ചെടുത്തല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ. ആ എന്തായാലും അച്ഛമ്മ വന്ന ആ സ്വർണത്തിന്റെ ആ ഒരു ഗിഫ്റ്റ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്ത് ചെയ്യാനാ, അന്ന് അച്ഛമ്മയ്ക്ക് ഒരു സ്വർണ്ണ ചെയിൻ വാങ്ങിച്ചു കൊടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ സാധിച്ചില്ലല്ലോ എന്ന് സച്ചി ഓരോ നമ്പറൊക്കെ ഇട്ട് നോക്കുന്നുണ്ടോ. അന്ന് എൻ്റെ രേവതിയുടെ സ്വർണ്ണമാണെങ്കിൽ മുക്കുകൊണ്ടമായി പോയല്ലോ, അതിൽ നിന്ന് എടുത്ത് കൊടുക്കാന്നാ ഞാൻ ഓർത്തിരുന്നേ. ശരിയാ, അത് മുക്കുകൊണ്ടമാക്കിയില്ലേ? അതെങ്ങനെ ഭാമിയാൻ്റിക്കറിയാം? അല്ല, എന്നോട് ചന്ദ്ര പറഞ്ഞായിരുന്നു. ചന്ദ്ര എല്ലാ കാര്യവും ആൻറ്റിയോട് പറയല്ലേ, പിന്നല്ലാതെ സുഹൃത്തുക്കളാകുമ്പം അങ്ങനെ ഇട വേണ്ടേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി നീ കേട്ടോ, ചെറുപ്പത്തിലാണെങ്കിൽ പോലും അമ്മ എന്നെ വഴക്ക് പറയുമ്പോഴേ ഈ ഭാമയാൻ്റിയാ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഭാമയാൻ്റിക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ ഭാമയാൻ്റി? അതേടാ സച്ചി, ഇപ്പോഴും എനിക്ക് നിന്റെ ഭാര്യനെയൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. എങ്കിലും ഭാമയാരി ആ സ്വർണ്ണം എവിടെ പോയിന്ന് എങ്ങനെ പോയെന്നോ അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഒരൈഡിയ ഇല്ല. എനിക്ക് ആകെപ്പാടെ അങ്ങ് വിഷമായിട്ട് വയ്യ. ആ സ്വർണത്തിന്റെ പേരിലെ ഇപ്പൊ രേവതിയുടെ അമ്മേനെയൊക്കെ വീട്ടുകാരെയൊക്കെയാ അമ്മയൊക്കെ കുറ്റപ്പെടുത്തുന്ന. എല്ലാവരും കൂടി രേവതിനെ ഒരുപാട് സങ്കടപ്പെടുത്താണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഭാമയാണെങ്കിൽ അയ്യോ മോനെ, അത് പിന്നെ അവര് ആരാ ഭാമയാൻറ്റി എന്ന് ചോദിക്കുമ്പം അല്ല, നമ്മുടെ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു വരുമ്പം നമ്മുടെ സച്ചിയും രേവതിയും കൂടി അവളുടെ വായിന്ന് അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഈശ്വര, ഇവൻ എൻ്റെ വായിന്ന് വരുത്താൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നതാണോ എന്നൊക്കെ അവൾ അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് രേവതി പറയാണ്, എങ്കിലും ആ സ്വർണം പോയത് വല്ലാത്ത സങ്കടമായിപ്പോയി. അത് റോൾഡ് ഗോൾഡ് ആയത് എങ്ങനെയാണെന്നും അറിയില്ല. എന്തായാലും മാമിയാൻ്റിക്ക് എന്തെങ്കിലും അറിയെങ്കിൽ ആൻറ്റി പറയല്ലോ. അങ്ങനെ ഓർത്താ ഞങ്ങൾ വന്നത്. അത് പിന്നെ മോളെ, നമ്മുടെ ചന്ദ്രയും സുധിയും എന്ന് പറയുമ്പോഴേക്കും പുറത്തു നിന്നുകൊണ്ട് ചന്ദ്ര ഭാമയെന്ന് ഉറക്കെ വിളിക്കാണ്. ഈ വിളി കേട്ട് 3 പേരും ചാടി എഴുന്നേക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചന്ദ്രൻ ചോദിക്കാണ്, നീ എന്താണ് ഇവിടെയെന്ന് ചോദിക്കുമ്പം, അല്ല ഞങ്ങൾക്ക് എന്താ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലേ? ഇത് അമ്മയുടെ ഫ്രണ്ടല്ലേ, ഞങ്ങൾക്കും കാണാൻ തോന്നി അതുകൊണ്ട് വന്നതാ. എന്താ മാമി ഇങ്ങനെ ചോദിക്കുമ്പം, അല്ല സച്ചിക്ക് ആരോ ഫ്രണ്ട്സ് എങ്ങാണ്ട് ഫ്രൂട്ട്സ് കൊടുത്തതാ, അതുകൊണ്ട് വന്നാന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കാണ്, അവളുടെ കയ്യിലെ ഫ്രൂട്ട്സ് മേടിക്കാനുള്ള കാശൊക്കെ ഉണ്ട്, നീ എന്നത് കൊടുത്ത് സഹായിക്കണ്ട എന്ന് പറയുമ്പം, സച്ചിയുടെ ഫ്രണ്ട്സ് കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിനക്കെന്താടാ ഇന്ന് ഓട്ടോ ഇല്ലെന്ന് ചോദിക്കുമ്പം, ഓട്ടോ ഉണ്ട്, ഞങ്ങൾ ചുമ്മാ ആരെയും ഇന്ന് കണ്ടു പോകാന്നോർത്ത് കയറിയതാണെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സച്ചിൻ രേവതിയും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇത് കണ്ടുകൊണ്ട് ചന്ദ്ര അവളോട് ചോദിക്കുന്നുണ്ട്, അവരെന്താ ചോദിച്ചത്, എന്തെങ്കിലും സ്വർണത്തെക്കുറിച്ച് ചോദിച്ചു എന്ന് പറയുമ്പം, സ്വർണത്തിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി തന്നെയാ അവരിങ്ങോട്ടേക്ക് വന്നത്. അമ്മ എന്തായാലും പറഞ്ഞു കാണുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് വന്നിട്ട് എന്നോട് ചോദിക്കായിരുന്നു, സ്വർണം ആരെടുത്തെന്നറിയോ, മുക്കുവണ്ടായത് എങ്ങനെയാണെന്ന് അറിയോ എന്നൊക്കെ ചോദിക്കായിരുന്നു. എന്നിട്ട് നീ വല്ലതും പറഞ്ഞോടി എന്ന് ചോദിക്കുമ്പം, 1 മിനിറ്റ് കൂടി 1 സെക്കൻഡ് കൂടി നീ വൈകിയെന്നെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വായിന്നത് വീണ് പോയനെ. ഹോ ഈശ്വര, രക്ഷപ്പെട്ടു എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. 2 പേരും കൂടി ഇത് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് സത്യം കണ്ടുപിടിക്കാനായിട്ട്. ഒരിക്കലും കണ്ടുപിടിക്കാൻ പോകുന്നില്ലടാ, ആ സത്യം എന്നെ തന്നെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പറയുമ്പോൾ നമ്മുടെ ഭാമ പറയുന്നുണ്ട്, നീയും നിന്റെ മകനും കൂടിയാ ആ സ്വർണം കെട്ടത്. എന്നിട്ടിപ്പോ ആ പാവം വൈകച്ചിന്റെ വീട്ടുകാരെ പറഞ്ഞ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കാണ്. പിന്നെ ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് ചോദിക്കാനുണ്ട് ചന്ദ്ര. ഇതെങ്ങാണ് അറിഞ്ഞാൽ രവിയേട്ടനാണെങ്കിൽ ഞങ്ങളെ വെച്ചേക്കില്ല. സച്ചിത സ്വാമിനെ നിനക്ക് അറിയാലോ, അവനെങ്ങാണ് അറിഞ്ഞാലേ ഞങ്ങളെ തീർക്കും എന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് രേവതി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയോട് ശ്രദ്ധിച്ചോ, ഭാമയാൻ എന്താ പറയാൻ വന്നപ്പോഴാ കൃത്യമായിട്ട് അമ്മ അങ്ങോട്ടേക്ക് വന്നത്. അതെ, ചന്ദ്രയും സുധീനും തന്നെയാ നമ്മുടെ ആന്റി പറഞ്ഞത്. ആ സകനെ തന്നെ അമ്മ അവിടെ എങ്ങനെ വന്നു? സച്ചേട്ടാ, ഇതൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നതാണെന്നാ തോന്നുന്നത്. അല്ലെ പിന്നെ അമ്മ എങ്ങനെ കൃത്യസമയത്ത് തന്നെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്ന് പറയുന്നത് കേട്ടോ. ഇതിലെന്തോ കള്ളത്തിലുണ്ട്, ഉറപ്പായിട്ടും ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാണ്. അപ്പോഴേക്കും മഹേഷ് നമ്മുടെ സച്ചിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. മഹേഷ് കട്ടാക്കി വിടുകയാണ്. ആരാ സച്ചേട്ടാ? മഹേഷാ വിളിക്കുന്നത്. ഫോൺ എടുക്ക്. പിന്നെ ഇപ്പോൾ ടെൻഷനിൽ ഞാൻ ഫോൺ എടുക്കാൻ പോവല്ലേ? മഹേഷ് വീണ്ടും വിളിക്കുകയാണ്. അപ്പോഴേക്കും സച്ചിനോട് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഫോൺ എടുക്കുക സച്ചിയേട്ടാ. സച്ചി അങ്ങനെ ഫോൺ എടുക്കാം കേട്ടോ. എന്താടാ, എന്താ കാര്യം? ഞാൻ അത്യാവശ്യം ഒരു കാര്യത്തിലാ. സടാ സച്ചി, ഞാനന്ന് ഒരു ഫ്രിഡ്ജ് മേടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഇവിടെ ഒരു കടയിലെ പകുതി വിലയ്ക്ക് പുതിയ സാധനമൊക്കെ കൊടുക്കുന്നെന്ന്. എന്തോ കമ്പനി പ്രൊമോഷനൊക്കെ ആണെന്നാ പറഞ്ഞേ. എടാ, എനിക്കൊന്ന് നോക്കി വാങ്ങിക്കാൻ അറിയത്തില്ല, നീ ഒന്ന് വരാവോടാ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കിപ്പോൾ സമയമില്ല എന്ന് സച്ചി പറയുമ്പോൾ രേവതി പറയാണ്, മഹേഷേട്ടാ സച്ചിയുടെ വരും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. സച്ചിയേട്ടാ, നിങ്ങൾ ഇതിന്നെല്ലാം വിട്ടിട്ട് മഹേഷിയുടെ കൂടെ പോയിട്ട് ഒരു ഫ്രിഡ്ജ് നോക്കി കൊടുക്ക്. സച്ചിയെന്നല്ലേ പറഞ്ഞത് ഒന്നും മഹേഷിയുടെ നോക്കിയെടുക്കാൻ അറിയില്ലെന്ന്. വെറുതെ എന്തിനാ വീണ്ടും പൈസ കളയുന്നത്? സച്ചിയുടെ കൂടെ പോയിട്ട് വാ.
പോയി നോക്കുമ്പം അറിയാലോ എങ്ങനെയുണ്ടെന്നൊക്കെ. മൈൻഡ് ഒന്ന് ഫ്രീ ആകും, ഈ കാര്യത്തിന് ഒന്ന് ഫ്രീ ആവട്ടെ എന്നൊക്കെ പറയാൻ കേട്ടോ. സച്ചി പറയുന്നുണ്ട്, ഞാൻ കൂടെ പോകാം, പക്ഷെ എൻ്റെ മൈൻഡിൽ നിന്ന് ആ സ്വർണത്തിന്റെ കേസിൽ നിന്ന് പോയില്ല, എങ്ങനെയെങ്കിലും അതാരാണെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നതിന് സച്ചി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയാണെങ്കിൽ നേരെ മഹേഷിന്റെ അരികിലേക്ക് പോവായിരിക്കും. അങ്ങനെ മഹേഷിന്റെ അരികിലേക്ക് സച്ചി ചെല്ലുന്നുണ്ട് കേട്ടോ. എന്താടാ, ഞാൻ അത്യാവശ്യം കേസ് കെട്ടിലായിരുന്നു. എടാ, ഇവിടെ ഒരു കടയിലേ എല്ലാ സാധനവും പകുതി വിലയ്ക്ക് കൊടുക്കുക, നല്ല ബ്രാൻഡഡ് സാധനമാണ്, അതുകൊണ്ട് നീ ഒന്ന് വാങ്ങി നോക്കിത്താടാ. പകുതി വിലയ്ക്ക് ആരിൽ സാധനം കൊടുക്കൂടാ, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പക്ഷെങ്കിലേ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്, എല്ലാവരും ഒരുപാട് മേടിച്ചു. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചിയും ആ മഹേഷും കൂടെ കൂടിയിട്ട് ആ കടയിലേക്ക് പോവാണ്. അവിടെ ചെന്നപാരെ അവർ വെൽക്കൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ വേണ്ടി ചോദിക്കുമ്പം ഒരു ഫ്രിഡ്ജ് വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ ഫ്രിഡ്ജ് ഇതൊക്കെ ഫ്രിഡ്ജാണ് സാർ, നോക്കിക്കോ, എല്ലാം നല്ല കമ്പനിയാണെന്ന് പറയുന്നുണ്ട്. ഇതിന് എത്ര രൂപ വരുമെന്ന് സച്ചി ചോദിക്കുമ്പം 5000 രൂപയുള്ളെന്ന് പറയുന്നുണ്ട്. 5000 രൂപയുള്ളോ? ഇത് 25,000 രൂപയുടെ ഫ്രിഡ്ജല്ലേ സച്ചി ചോദിക്കാണ്. മഹേഷ് പറയുന്നുണ്ട്, അതെ, അന്ന് നിന്റെ ചേട്ടന്റെ കടയിൽ വെച്ച് നമ്മൾ കണ്ടതല്ലേ ഈ ഫ്രിഡ്ജ്, അന്ന് പൈസ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അവൻ തരില്ലെന്ന് പറഞ്ഞല്ലേ, പിന്നെ ഈ ഫ്രിഡ്ജിന് എങ്ങനെ 5000 രൂപ ഇവിടെ വന്നെന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും കടക്കാരൻ പറയുന്നുണ്ട്, സാറേ, ഞങ്ങളെ ഒരു ഇന്റർമീഡിയറ്റ് ഡീലേഴ്സാ, എന്ന് വെച്ചാൽ ഞങ്ങളുടെ കമ്പനിയിൽ പുതിയ ഓരോ മോഡൽ ഇറങ്ങുമ്പോഴും അവർ ഞങ്ങൾക്ക് അതിന് പ്രൊമോഷനായിട്ട് ഓരോ മോഡലിലേക്ക് തരും, അത് ഞങ്ങൾ പകുതി വിലയ്ക്ക് ഇങ്ങനെ അടിക്കും. ആ സമയത്ത് ആളുകളുടെ ഇടയിലേക്ക് ആ ഒരു കമ്പനിയെ പറ്റിയും ബ്രാൻഡിനെ പറ്റിയൊക്കെ നല്ല പ്രൊമോഷൻ ഉണ്ടാവും, അതിനുവേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറയുമ്പം ഇവരത് വിശ്വസിക്കാൻ കേട്ടോ. അത്രയ്ക്കും വിശ്വസിക്കുന്ന രീതിയിലാണ് ഇവന്മാർ പറഞ്ഞൊപ്പിക്കുന്നതെല്ലാം. പണ്ട് നമ്മുടെ സുധിയൊന്ന് പറ്റിച്ചതാണല്ലോ, അങ്ങനെ മഹേഷ് ആണെങ്കിലും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് 5000 രൂപ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു സാധനം വണ്ടിയിൽ കയറ്റി വീട്ടിലേക്ക് ആക്കുവാൻ ചോദിക്കുമ്പം അതൊക്കെ ആക്കിക്കോളാം, നിങ്ങൾ പൈസ തന്നാൽ മതി എന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. സച്ചിയോട് മഹേഷ് ചോദിക്കുന്നുണ്ട്, എടാ നീയും വാങ്ങിക്കടാ, ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ടിവിയും AC ഒക്കെ വാങ്ങിക്കുക, നിങ്ങൾ മുറി പണിയുമ്പം അത് നല്ലതല്ലേടാന്ന് ചോദിക്കുമ്പം, എടാ പെണ്ണിനെ കാണാതെ താലി മേടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, എന്തായാലും മുറി പണിയട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം മേടിക്കുന്നുള്ളൂ, അതിനുശേഷം എല്ലാം മേടിച്ചു വെക്കാം എന്ന് പറയുന്നുണ്ടോ. ഇതേ സമയത്ത് തന്നെ കുറെ പോലീസുകാർ ആ കട റൗണ്ട് ചെയ്യാൻ കേട്ടോ. ബാക്കിൽ കൂടെ കുറച്ച് പേരും ഫ്രണ്ടിൽ കൂടെ കുറച്ച് പേരും വരുന്നുണ്ട്. എല്ലാത്തിനും പിടിച്ച് ജീപ്പിൽ കയറുന്നു പറയുമ്പം സച്ചിയും മഹേഷും പേടിക്കാം കേട്ടോ. അയ്യോ, ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിക്കാണ്. കേരള ജീപ്പിലെന്ന് പറയുമ്പോൾ, സാറേ ഞങ്ങളുടെ സാധനം പിടിക്കാൻ വന്നവരാ, ഞങ്ങൾക്കൊന്നും അറിയില്ലെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരെയും കൂടെ പിടിച്ച് പോലീസുകാർ ജീപ്പിൽ കയറ്റുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അങ്ങനെ ജയിലിൽ അവരെങ്ങനെ സ്റ്റേഷനിൽ ആ ലോക്കപ്പിൽ അടയ്ക്കാണ്. ഇതേ സമയത്ത് സാറേ, എന്തായാലും നമ്മൾ ഇത്ര ദിവസം കൊണ്ട് എന്തുമാത്രം സമ്പാദിച്ചല്ലേ എന്ന് ആ കള്ളന്മാര് ചോദിക്കുമ്പോൾ സച്ചി അവന്റെ കോളർ പിടിച്ച് ചോദിക്കാണ്, എടാ നിനക്കൊക്കെ നാണമുണ്ടോ, വല്ലവരെയൊക്കെ വൈകിട്ടടിച്ച് ഇങ്ങനെ കാശുണ്ടാക്കാൻ നാണം ഇല്ലടാ എന്നൊക്കെ ചോദിക്കാണ്. എന്തിനാ സാറ് നാണിക്കുന്നേ, കാശുണ്ടാക്കിയ പോലെന്ന് ചോദിക്കുമ്പോൾ, നാണം കിട്ടും, അങ്ങനെ കാശുണ്ടാക്കാവോ, കാശേ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണം, എങ്കിലത് നമ്മുടെ ചെറു തൊട്ടുള്ളൂ എന്ന് പറയുമ്പം അങ്ങനെയൊന്നും ഇല്ല സാറേ എന്നൊക്കെ പറയാണ്. പിന്നെ സാറെന്നെ തല്ലിയാലേ വിധം മാറും, ഇവരെന്നെ തല്ലിക്കോട്ടെ പോലീസുകാര്, അതിൽ കുഴപ്പമില്ല, പക്ഷെ സാറ് തല്ലിയാ ഞാൻ ഇപ്പൊ തന്നെ ഇവന്മാരുടെ പറയും താനും എന്റെ കൂടെ ഉള്ളതാന്ന്, പറയണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പതിയാന്റെ ദേഹത്തിന്റെ കയ്യെടുക്കുന്നുണ്ടോ. മഹേഷ് പറയാണ്, എടാ നമുക്ക് ഇങ്ങോട്ട് മാറി നിൽക്കാം, കുറച്ച് കഴിയുമ്പോൾ തെളിവെടുപ്പൊക്കെ നടത്തി കഴിയുമ്പോഴേ നമ്മൾ തെറ്റുകാരില്ലെന്ന് അറിയുമ്പോൾ പോലീസ് നമ്മളെ വെറുതെ വിടടാ എന്ന് പറയുമ്പോഴേക്കും ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചി പറയാണ്, സാറേ ഞങ്ങൾ അവന്റെ കൂട്ടത്തിലൊന്നും അല്ല, ഞങ്ങളെ സാധനം മേടിക്കാൻ വന്നതാ. പോലീസുകാർ ചോദിക്കുന്നുണ്ട്, നിനക്കൊക്കെ നാണമില്ലടാ കട്ട മുതൽ മേടിക്കാൻ. അയ്യോ സാറേ, കട്ടതാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലെന്നൊക്കെ സച്ചി അവിടെ നിന്ന് വിളിച്ച് കൂവുന്നു കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഓരോ കടക്കാരും വന്നിട്ട് അവരവരുടെ സാധനം ഐഡന്റിഫൈ ചെയ്തിട്ട് ആ സാധനമായിട്ടൊക്കെ പോവാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സച്ചി മഹേഷും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് സുധീര സൗണ്ട് കേൾക്കുന്നത്. സാറേ, എന്റെ സാധനവും കാണാതെ പോയതാണ്, സാറെ ഇപ്പൊ വിളിച്ചിട്ട് ഞാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അത് സുധീര സൗണ്ട് ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അതിനിടയിൽ കൂടെ നോക്കുമ്പോൾ ദാ നിൽക്കുന്നു നമ്മുടെ സുധി. മഹേഷ് പറയാണ്, എടാ നിന്റെ ഏട്ടനെ ഇവന്മാരെ പറ്റിച്ചെന്ന് തോന്നലോടാ എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പൊ കൂടെ ഞാൻ പറയാണ്, പിന്നെ ഇവനായിരുന്നു ഏറ്റവും വലിയ മണ്ടൻ, ചെന്ന് പറഞ്ഞപ്പോ തന്നെ അവനാണെങ്കിൽ ഞങ്ങളുടെ വലയിൽ വീണു എന്ന് അവന്മാര് പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, സാറേ എന്റെ 4 ലക്ഷം രൂപയുടെ സാധനമാ ഇവന്മാര് കട്ടോണ്ട് പോയത് എന്ന് പറയുന്നുണ്ട്. പുറത്തിരിക്കുന്ന സാധനമൊക്കെ താൻ പോയി നോക്ക്, അതിലേതെങ്കിലും ഉണ്ടോ നോക്കാൻ പറയുമ്പം അതെല്ലാം നോക്കിയിട്ട്, സാറേ അതിലൊന്നും എന്റെ ഒന്നും ഇല്ല, 5 AC 5 ഫ്രിഡ്ജ് അങ്ങനെയൊക്കെ വെച്ചാ ഞാൻ 4 ലക്ഷം രൂപയുടെ സാധനം കൊടുത്തത്.
എടോ താനല്ലത് ആരെങ്കിലും ഇവന്മാർ മുമ്പിലൊക്കെ പോയി ചാടുവോ? ഇത്രയും സാധനം മേടിക്കുമ്പോൾ തന്നെ തനിക്കത് അറിയില്ലേ? എന്നിട്ട് ബ്ലാക്ക് മണി മേടിച്ച് വെച്ചിരിക്കുന്നു, അതുകൊണ്ടല്ലേ ഇവന്മാർ മുമ്പിൽ പെട്ടുപോയത് എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ സാറേ ദേ ഇതിലൊന്നും എന്റെ സാധനം ഇല്ലെന്ന് പറയുമ്പോൾ അവന്മാര് പറയാണ്, അത് പിന്നെ സാറേ സാറിന്റെ സാധനമൊക്കെ നല്ല ബ്രാൻഡ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അതൊക്കെ പെട്ടെന്ന് വിറ്റുപോയി, നല്ല ലാഭവും കിട്ടി ഡാ എന്ന് ശ്രുതി വിളിക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നറിയാമോ, അവിടെ ഒളിഞ്ഞു നിന്നുകൊണ്ട് പുറകേന്ന് അവന്റെ വീഡിയോ ഒക്കെ എടുക്കുക കേട്ടോ. ശ്രുതി പറയുന്നുണ്ട്, സാറേ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ, എന്റെ സാധനങ്ങളൊക്കെ തിരിച്ചു തരാൻ പറ. ഡോ ഇവിടുന്ന് സാധനം മേടിച്ച എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, അവര് സാധനങ്ങളൊക്കെ അവിടെ തിരിച്ചു വരും, താനൊന്നും പേടിക്കണ്ട, തന്റെ സാധനം തിരിച്ചു കിട്ടും. എങ്കിലും താൻ ഇത്രയ്ക്ക് മരമണ്ടനായി പോയല്ലോടോ എന്ന് പറയാണ്. സാറേ അന്ന് 5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഞാൻ പെട്ട പാട് എനിക്കറിയാം, എവിടെ നിന്നൊക്കെ ഞാനത് ഉണ്ടാക്കിയെന്നറിയാവോ? ഡോ 4 ലക്ഷം രൂപയുടെ സാധനമല്ലേ ഇവന്മാര് മേടിച്ചത്, പിന്നെ താനെന്തിനാ 5 ലക്ഷം ഉണ്ടാക്കിയത്? അത് പിന്നെ സാറേ 4 ലക്ഷം രൂപയുടെ സാധനം വിറ്റപ്പോൾ 1 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന് ഞാൻ എന്റെ ഭാര്യയോട് പറയുകയും ചെയ്തു. കണക്ക് അവളെ കാണിക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ അവൾ ദേഷ്യപ്പെടും, അവളുടെ മുമ്പിലേക്ക് യാതൊരു വിലയില്ലാതാവും. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വമായിട്ട് 5 ലക്ഷം രൂപ ഉണ്ടാക്കി അത് കൊടുത്തതാ, എത്രയും പെടുന്നതിന്റെ സാധനം തിരിച്ചു തരാൻ പറ സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കിട്ടും, താനെന്തായാലും ഇവിടെ എഴുതി ഒപ്പുവെക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി അവിടെ എഴുതി ഒപ്പുവെച്ചിട്ട് അവന്റെ സാധനമൊക്കെ വരുമ്പം വിളിക്കാന്ന് പറഞ്ഞ് പോലീസുകാർ പറഞ്ഞയക്കാം കേട്ടോ. ഇതേ സമയത്ത് തന്നെ സച്ചി ഇതെല്ലാം വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് തെളിവെടുപ്പൊക്കെ കഴിയാണ്. സച്ചിയും മഹേഷും ആണെങ്കിൽ അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അവന്മാരുടെ കയ്യിൽ നിന്ന് അപ്പം തന്നെ 5000 രൂപ മേടിച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഡോ ഇങ്ങനെയുള്ള കടയിലൊക്കെ സാധനം മേടിക്കരുതെന്ന് തനിക്കറിയില്ലേ? സച്ചി പറയാണ്, സാറേ ഇവന്മാരിങ്ങനെ ഫ്രോഡാണെന്നും ഞങ്ങൾ അറിഞ്ഞില്ല, റോഡ് സൈഡിലും ഭിത്തിയിലും മതിലും എല്ലാം ഇവർ ഒട്ടിച്ചിരിക്കുകയായിരുന്നു, പുതിയ കടയുടെ പ്രമോഷൻ ഭാഗമായിട്ട് പകുതി വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കുകയാണെന്ന്. അത് കണ്ട് വിശ്വസിച്ച സാറേ ഞങ്ങൾ വന്നേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്. ഇനിയെങ്കിലും ഇങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞയക്കുന്നു കേട്ടോ. സച്ചിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. മഹേഷ് ചോദിക്കാണ്, അപ്പൊ കള്ളൻ അവൻ തന്നെ അല്ലേടാ? അതേടാ, എന്റെ രേവതിയുടെ സ്വർണം വെച്ചാലേ കൃത്യം 5 ലക്ഷം രൂപ കിട്ടുന്നത് എനിക്കറിയാം, അപ്പൊ ഇത് അവൻ തന്നെ ചെയ്ത പണിയാടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിൻ നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പം സുധീരെ കാറും ചെരുപ്പൊക്കെ കണ്ടിട്ട് സച്ചി ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അകത്തേക്ക് കയറിയോടനെ അവൻ കഥക് ലോക്ക് ചെയ്യാണ്. രവി ചോദിക്കുന്നുണ്ട്, നീ എന്താടാ കഥകൊക്കെ ലോക്ക് ചെയ്യുന്നേ? അച്ഛാ ഇവിടെ നമ്മളൊരു സിനിമ കാണാൻ പോവാ. അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിയേട്ടാ മഹേശ്വരന് ഫ്രിഡ്ജ് മേടിക്കാൻ പോയിട്ട് എന്തായി? ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ടിവിയും AC എല്ലാം വാങ്ങിച്ചു. അത്രയ്ക്കുള്ള കാശൊക്കെ ഉണ്ടായിരുന്നോ? അതൊക്കെ വാങ്ങിച്ചു. നീ പോയിട്ട് ശ്രീകാന്തിനോടും വർഷയോടും ശ്രുതിയോടും അമ്മയോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറ. എന്താ സച്ചേട്ടാ വരാൻ പറഞ്ഞില്ലേ, പോയി പറ എന്നും പറഞ്ഞയക്കുന്നുണ്ട്. അവള് പോയി എല്ലാരെയും വിളിക്കാം കേട്ടോ. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ ഈ കഥ അടച്ചിരിക്കുന്നത്? നിനക്കെന്താ വട്ടായോ? നീ എന്തിനാ എല്ലാരെയും വിളിച്ചു കൂട്ടിയത്? അമ്മേ അതിലൊക്കെ കാര്യമുണ്ട്, ഞാൻ പറയാം. അതെ സുധി നീ ഇങ്ങോട്ടേക്ക് വന്നേ, ഇവിടെ നമ്മളൊരു സിനിമ കാണാൻ പോവാ. വർഷ ചോദിക്കുന്നുണ്ട്, സിനിമയോ, നമ്മൾ മൂവി കാണാൻ പോവാണോ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എടാ പുതിയ പടം വല്ല ആണെങ്കിൽ എടുക്കല്ലേ കേട്ടോ, കാരണം അതൊക്കെ വലിയ ഇഷ്യൂ ഉണ്ടാക്കും. ഓരോരുത്തർ എത്ര കഷ്ടപ്പെട്ടാ ഓരോ സിനിമയൊക്കെ നിർമ്മിക്കുന്നത്, അത് നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുന്നത് തീരെ ശരിയില്ല കേട്ടോ. എടാ അതൊന്നും അല്ല, ഇത് ഞാൻ സ്വന്തമായിട്ട് പിടിച്ച എന്റെ സ്വന്തം സിനിമയാ. സച്ചിയുടെ സിനിമയൊക്കെ എടുക്കുമെന്ന് വർഷ ചോദിക്കുന്നു കേട്ടോ. അതൊക്കെ ഉണ്ട് വർഷേ, ഇതിൽ അഭിനേതാവിനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാ എന്നൊക്കെ പറയുമ്പം ചന്ദ്ര ചോദിക്കാണ്, ഇവൻ എന്താ രവിയേട്ടാ നട്ടുച്ചയ്ക്ക് ഭ്രാന്ത് പറയുന്നേ എന്ന് പറയാം കേട്ടോ. ഭ്രാന്ത് ആർക്കാന്നൊക്കെ ഇപ്പൊ മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ആണെങ്കിൽ ആ ഫോണ് TV കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു കാഴ്ച എല്ലാവരും കാണുന്നത് കേട്ടോ. പോലീസിനെ മുമ്പിൽ വെച്ചിട്ട് ശ്രുതി പറയുന്നുണ്ടല്ലോ, സാറേ ഇതുപോലെ എന്റെ സ്വർണം ഇതുപോലെ എന്റെ പൈസ ഇവന്മാർ അടിച്ചുകൊണ്ട് പോയി 1 ലക്ഷം രൂപ ഭാര്യയെ കാണിക്കാൻ വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അതെല്ലാം നമ്മുടെ സച്ചി ആണെങ്കിൽ അവിടെ TV എല്ലാവരും കാണിക്കാം കേട്ടോ. ഇത് കണ്ട് ആകെപ്പാട് ഞെട്ടി നിൽക്കുകയാണ് ചന്ദ്രയും ശ്രുതിയൊക്കെ. ശ്രുതിയാണെങ്കിൽ കണ്ണു മെഴിപ്പിച്ച് ശ്രുതിയെ നോക്കുന്നുണ്ടോ. അങ്ങനെ TV ഓഫ് ആക്കാണ്. സച്ചി പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് സിനിമ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാണ്. വർഷ പറയുന്നുണ്ട്, അപ്പൊ അന്ന് ശ്രുതിയേട്ടൻ പൈസ കിട്ടിയെന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് ശരിക്ക് സാധനമൊന്നും വിറ്റില്ലേ എന്ന് ചോദിക്കാണ്. ശ്രുതി ചോദിക്കാണ്, നീ എന്തിനാ ശ്രുതി ഇമ്മാതിരി പണി കാണിച്ചത്? അന്ന് തന്നെ നിനക്ക് പറഞ്ഞില്ലായിരുന്നോ പറ്റിക്കപ്പെട്ടിട്ട് വന്ന് നിൽക്കാല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നിന്റെ മുമ്പിൽ എനിക്ക് യാതൊരു വിലയില്ലാതാവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ചെയ്തത്, അങ്ങനെ നീ ദേഷ്യപ്പെടുമെന്ന് കരുതിയിട്ട്. രവി ചോദിക്കാണ്, എന്താടാ ശ്രുതി ഇതൊക്കെ? ഒരു ബിസിനസ് ആകുമ്പം ലാഭവും നഷ്ടവും എല്ലാം ഉണ്ടാവും, അതിനിങ്ങനെ കള്ളം പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നോ?
നീ ഒന്നിവിടെ പറഞ്ഞാൽ പോരായിരുന്നോ? ഞങ്ങൾ നിന്നെ എന്തെങ്കിലും പറയോ? നിന്നെക്കുറിച്ച് എനിക്ക് ഭയങ്കര മതിപ്പായിരുന്നു, ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞു വിളിച്ചില്ലേടാ എന്ന് ചോദിക്കാണ്. വർഷ പറയുന്നുണ്ട്, എങ്കിലും എത്ര കാര്യമായിട്ടാ സുധിയേട്ട ഞങ്ങൾ എല്ലാരെയും പറ്റിച്ചത് എന്ന് ചോദിക്കാണ് കേട്ടോ. സച്ചി പറയുന്നുണ്ട്, രേവതി ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവന്റെ മുഖത്ത് എന്തോ ഒരു ഭാവമാറ്റം ഉണ്ടെന്ന്, ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് ചോദിക്കാണ്. രേവതി പറയുന്നുണ്ട്, അന്ന് ശ്രുതി പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞങ്ങളുടെ സച്ചിന്റെ മുഖം എവിടെയോ കൊണ്ട് വെക്കണമെന്നോ എന്തൊക്കെ ചെയ്യണമെന്നോ എന്തൊക്കെയോ പറഞ്ഞു കേട്ടല്ലോ. വലിയ ബിസിനസ്സുകാരാണ് നിന്റെ ഭർത്താവെന്നും നിന്റെ ഭർത്താവിനെ തൊടാൻ ആർക്കൊരു യോഗ്യതയില്ലെന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് രേവതി ചോദിക്കുമ്പം നാണം കെട്ട് തൊലി കഴിഞ്ഞ് നിൽക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ. ഇതേ സമയത്ത് ചന്ദ്രയ്ക്ക് ആകെപ്പാ ടെൻഷൻ ആവുന്നു കേട്ടോ. കാരണം സ്വർണത്തിന്റെ കേസാണല്ലോ ഇനി അടുത്തൊരിടത്തിനാ പോണത്. അപ്പോഴേക്കും കൃത്യസമയത്ത് നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല സുധി, നീ പറഞ്ഞല്ലോ 5 ലക്ഷം രൂപയും നീ എവിടുന്നാ മറിച്ചതാണെന്ന്, അതെവിടുന്നാ മറിച്ചേ എന്ന് ചോദിക്കുമ്പം ശ്രുതി അങ്ങ് പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കായിരിക്കും കേട്ടോ. ശ്രുതിയാണെങ്കിലും അവനെ തന്നെ നോക്കി നിൽക്കാണ്. സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പൊ ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ നിനക്കറിയാം. രേവതിയുടെ സ്വർണം മുക്കുകൊണ്ടായത് എങ്ങനെയാണെന്നുള്ള അന്വേഷണത്തിലാണ് ഞാനിപ്പോ. അതിനിടയ്ക്കാ എനിക്ക് ഇങ്ങനെ ഒരു ഗോൾഡൻ ചാൻസ് വീണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും മിസ്സാവില്ല. സത്യം പറ, നിനക്ക് എവിടുന്നാ കാശ് എന്ന് ചോദിക്കാം കേട്ടോ. ഉടനെ ചന്ദ്രൻ ഓടി വന്നിട്ട് അവന്റെ വായിൽ നിന്ന് വീഴാതിരിക്കാൻ വേണ്ടിട്ട്, സത്യം പറടാ, എവിടുന്നാടാ നിനക്ക് കാശ് കിട്ടിയത്? ആറേന്നാടാ നീ കടം മേടിച്ചത്? ആറേന്നാടാ നീ കടം മേടിച്ചെന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ട് അവനെ കുറെ തല്ലുന്നു കേട്ടോ. ശരിക്കും അവൻ ആറേന്നെങ്കിലും കടം മേടിച്ചെന്ന് പറയാൻ വേണ്ടിട്ട് മനഃപൂർവ്വം അവളൊരു ഹിന്റ് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ സച്ചിയാണെങ്കില് പറയുന്നുണ്ട്, അമ്മ കൂടുതൽ നമ്പർ നിറക്കണ്ട. അമ്മയുടെ ഐഡിയൊക്കെ എനിക്ക് മനസ്സിലായി. അമ്മ വിഷയം തിരിച്ചിടാൻ ശ്രമിക്കുന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. അച്ഛാ, രേവതിയുടെ സ്വർണം കട്ടോണ്ട് പോയത് ഇവൻ തന്നെയാ. ആ സ്വർണം വിട്ടിട്ടാണ് അവനെ കാശുണ്ടാക്കിയെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അല്ല നിന്റെ കയ്യിൽ അതിന് തെളിവൊന്നും ഇല്ലല്ലോ. തെളിവൊന്നുമില്ല, പക്ഷെ തെളിവുണ്ടാക്കും. ഇവന് രണ്ടെണ്ണം പൊട്ടിച്ചാലേ ഇവൻ തന്നെ പറയും. അല്ലെങ്കിൽ ഞാൻ പോലീസിൽ കൊണ്ട് കംപ്ലൈന്റ് ചെയ്യാൻ പോവാ, അപ്പൊ ഇവൻ തന്നെ പറഞ്ഞോളും. അല്ല പോലീസുകാർ പോയി കണ്ടുപിടിച്ചോളും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയോട് സച്ചി പറയുന്നുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട് പൗഡർ എടുത്തിക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു. തന്റെ ഭർത്താവ് കാശ് സമ്പാദിച്ചു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊരു ജാടയായിരുന്നു. അന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായ ഇതിന്റെ പേരിൽ എന്തോ ഒരു കള്ളത്തിലുണ്ടെന്ന്. ഇപ്പൊ എന്തായാലും അത് മനസ്സിലായി. അച്ഛാ, പണ്ട് അച്ഛന്റെ 50 ലക്ഷം കൊണ്ട് മുങ്ങിയവനായി ഇവൻ. ദാ ഇപ്പൊ 5 ലക്ഷം. ഇങ്ങനെ കക്കാൻ മാത്രമേ ഇവൻ അറിയുള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രവി വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ആണോടാ സത്യം പറ, നീയാണോ ആ സ്വർണം കട്ടത്? നമ്മുടെ രേവതിയുടെ സ്വർണം കട്ടോണ്ട് പോയത് നീയാണോ എന്നൊക്കെ ചോദിക്കാണ്. ശ്രുതിയും പോയിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി സത്യം പറ, നീയാണോ ആ സ്വർണം അടിച്ചു മാറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങളെല്ലാം കൂടെ എന്തിനാ അവന്റെ വെക്കിട്ട് കയറുന്നത്? അവൻ ആരോടെ കടം മേടിച്ചതാ, അതുകൊണ്ടാ അങ്ങനെ അവൻ കാശുണ്ടാക്കിയത്. അമ്മ കൂടുതൽ കള്ളൊന്നും പറയാൻ ശ്രമിക്കണ്ട. ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ശ്രുതിക്ക് ഇതിനകത്ത് എന്തോ ഒരു കൈയുണ്ടെന്ന്. അമ്മ പിന്നെ എന്തിനാ അവനെ ഇങ്ങനെ മറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ സച്ചി ചോദിക്കാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അല്ല അവൻ അങ്ങനെ സ്വർണ്ണം എടുത്തുന്ന് സച്ചിക്ക് എത്ര ഉറപ്പ്? ശ്രുതിയേട്ടൻ പറഞ്ഞില്ലല്ലോ സ്വർണ്ണം എടുത്തുന്ന്. പിന്നെ സച്ചി എന്തിനാ ആവശ്യമില്ലാതെ അവന്റെ മേലെ അതൊക്കെ അടിച്ചേൽപ്പിക്കുന്നത്? സച്ചി പറയാണ്, ശ്രുതി, കോമൺ സെൻസ് ഉള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. വീട്ടിന് 5 ലക്ഷം രൂപ അടുത്ത് സ്വർണം മുക്കുകൊണ്ടുമായി മാറുന്നു. അതേസമയം തന്നെ 5 ലക്ഷം രൂപ അതേ സമയത്ത് തന്നെ ഇവൻ കൊടുക്കുകയും ചെയ്യുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാവും ഇതിനെ പിന്നെ എന്താ സത്യമെന്ന്. അപ്പോഴേക്കും ശ്രുതിയും ഒന്നും മിണ്ടാതെ നിൽക്കാം കേട്ടോ. രവി പോയിട്ട് ചോദിക്കുന്നുണ്ട്, ആണോടെ ശ്രുതി, സത്യമാണേ കേൾക്കുന്നതൊക്കെ? ശരിക്കും നീയാണോ ആ സ്വർണ്ണം അടിച്ചു മാറ്റിയത് എന്ന് ചോദിക്കാണ്. ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കായിരിക്കും കേട്ടോ. അങ്ങനെ ശ്രുതി എല്ലാവരും മുമ്പിൽ വെച്ച് താൻ കടം മേടിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ തള്ളിക്കൊണ്ട് മുറിയിലേക്ക് പോവാണ്. രവി കയറി പോകുന്നതിന് പുറകെ തന്നെ ചന്ദ്രയും പോകുന്നുണ്ട്. ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും കയറി പോവാണ്. രേവതി അടുക്കളയിലേക്കും പോകുന്നുണ്ട്. ഇതേ സമയത്ത് റൂമിൽ പോയി കഥ അടച്ചിട്ട് ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ കുറേ തല്ലുന്നുണ്ട് കേട്ടോ. പില്ലൊക്കെ വെച്ച് അടിക്കാണ്. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? എല്ലാവരും മുമ്പിൽ വെച്ച് നാണം കിട്ട് പോയത് കണ്ടില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞിടേ എന്നൊക്കെ ചോദിച്ചിട്ട് കരയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയാണ്, ശ്രുതി എന്നോട് ക്ഷമിക്ക് ശ്രുതി, സോറി, ഞാൻ നിന്റെ മുമ്പിൽ കൊച്ചവാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. നിനക്കിവിടെ യാതൊരു വാല്യൂ ഉണ്ടാവില്ല, അതുകൊണ്ട് പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എന്താ ശ്രുതി നിനക്ക് പറ്റിയത്? നിനക്ക് എന്നോട് തുറന്ന് പറഞ്ഞില്ല, ഞാൻ നിന്റെ ഭാര്യയല്ലേ? എന്തുണ്ടെങ്കിലും നീ എന്നോട് പറഞ്ഞേ പോരായിരുന്നു. ഞാനതൊക്കെ അഡ്ജസ്റ്റ് ആവില്ലേ? ബിസിനസ് ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ എന്തിനാ ശ്രുതിയോട് മറച്ചു വെച്ചെന്നൊക്കെ ചോദിക്കുകയാണ്. നിന്റെ മുമ്പിൽ കുറച്ച് വിലയായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്തതാണെന്ന് പറയുന്നുണ്ട്.
അല്ല അത് മാത്രല്ല സുധി, പിന്നെ അമ്മയ്ക്ക് ഈ സംഭവമൊക്കെ അറിയാന്ന് പറയുമ്പം എന്ത് ആന്റിക്ക് ഇതൊക്കെ അറിയാവോ? അതെ, അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം. അമ്മ അറിഞ്ഞുകൊണ്ട് തന്നെയാ എന്നെ മനഃപൂർവ്വം രക്ഷിക്കാൻ വേണ്ടിട്ടാ അങ്ങനെയൊക്കെ ചെയ്യുന്നു പറയുന്നുണ്ട്. എന്തൊക്കെയാ സുധിയോട് നടക്കുന്നത്? നിനക്ക് എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടായിരുന്നോ? ഈ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുമായിരുന്നോ? ആളുകളുടെ മുമ്പിൽ നമ്മൾ നാണം കിടുകയായിരുന്നോ? ഇതിപ്പോ നാണക്കേടായില്ലേ? സുധി ചെയ്ത ഒരേ ഒരു തെറ്റ് അവർക്ക് ബില്ലടിക്കാതെ പൈസ കൊടുത്തുകൊണ്ടാ, സാധനം കൊടുത്തോണ്ടാ. അത് പിന്നെ ശ്രുതി ബില്ലടിക്കാതിരുന്നാല് ആ കസ്റ്റമർ പോവാന്ന് പേടിച്ചിട്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. എന്തായാലും ഇപ്പൊ അതിലപ്പുറം ആയില്ലേ ചോദിച്ചുകൊണ്ട് ശ്രുതിനെ ആണെങ്കിലും വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. ശ്രുതി പറയാണ്, പിന്നെ ഒരു കാര്യങ്ങളുണ്ട്, അമ്മ എന്നെ അവിടെ രക്ഷപ്പെടുത്തിയതാ. എന്ത് രക്ഷപ്പെടുത്തിയെന്ന്? അതല്ല, ഞാൻ ആ പാർക്കിലെ ഫ്രണ്ടിന്റെ കയ്യിൽ പടം മേടിച്ചതല്ല. കടം മേടിച്ചല്ലെന്നോ? പിന്നെ എവിടെ നിന്നിട്ടിയ പൈസ? അത് പിന്നെ രേവതിയുടെ സ്വർണ്ണം ഉണ്ടല്ലോ, അതെടുത്ത് അമ്മ എനിക്ക് തന്നു. ഞാനത് വിറ്റ കാശും കൊണ്ടാ അത് ഉണ്ടാക്കിയത്. എന്താ സുധി പറഞ്ഞതൊക്കെ? അമ്മയെ നമ്മുടെ രേവതിയുടെ സ്വർണം കൊണ്ടോ? ഇതിലും ഭേദം എന്നെ അങ്ങ് തല്ലിക്കൊല്ലുന്നല്ലായിരുന്നോ? ഇതെങ്ങാണ് സച്ചി അറിഞ്ഞാൽ എന്തുമാത്രം വിഷയം ഉണ്ടാവുന്ന നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ശ്രുതി, എവിടുന്നെങ്കിലും കാശുണ്ടാക്കി ഞാനിത് എടുത്തു വെച്ചോളാം. ശ്രുതി, നീ ഇപ്പോ എന്നെ അങ്ങനൊന്നും പറയല്ലേ. പൊട്ടത്തരം കാണിച്ചിട്ട് അങ്ങനൊന്നും പറയരുന്നോ? അന്ന് എന്നോട് പറഞ്ഞ് തീരാന്ന ഒറ്റ കേസല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ എന്തൊക്കെ പ്രശ്നം നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവള് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. ശ്രുതി പറയാണ്, ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ? എങ്ങനെയെങ്കിലും ഞാൻ തിരിച്ചെടുത്ത് വെച്ചോളാം. എങ്ങനെ വെക്കുന്നു നീ പറഞ്ഞത്? അതിനു വേണ്ടി മാത്രം 5 ലക്ഷം രൂപ ഇനിയിപ്പോ എവിടുന്ന് കിട്ടാനാ? അതല്ല, ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വിളിച്ചു പറഞ്ഞു സാധനമെല്ലാം തിരിച്ചു കൊണ്ടുവരാന്ന്. അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ ക്യാഷ് അറേഞ്ച് ചെയ്ത് കൊടുത്തോളാം ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇനിയിപ്പോ ഇതെങ്ങാണ് സച്ചി അറിഞ്ഞാല് നമ്മൾ രേവതിയുടെ ചിലരിൽ ജീവിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന നീ ആലോചിച്ച് നോക്കി. വെറുതെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതി, അങ്ങനെയൊന്നും പറയാതെ ഞാൻ എങ്ങനെയെങ്കിലും പൈസ അറേഞ്ച് ചെയ്തോളാം. പിന്നെ ഇത് ഞാൻ അറിഞ്ഞു എന്ന് നിന്റെ അമ്മയോട് പറയണ്ട. ആന്റിയോട് അങ്ങനെ പറഞ്ഞ പിന്നെ അത് മതി. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ആ സ്വർണ്ണം എടുത്ത് തിരിച്ചു വെക്കണം. അങ്ങനെ നമ്മുടെ തടി രക്ഷപ്പെടുത്തണം എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ വർഷ ശ്രീകാന്ത് സംസാരിക്കാണ്. വർഷ പറയുന്നുണ്ട്, എന്തായാലും നല്ല എന്റർടൈൻമെന്റാ നിന്റെ വീട്ടില്. എല്ലാ ദിവസവും ഓരോരോ കാരണം കാണും. ഒന്ന് നിന്റെ സുധിയേട്ടൻ, അല്ല നിന്റെ സച്ചിയേട്ടൻ. എന്തായാലും നീ ഒരു ഗുഡ് ബോയാ എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീകാന്ത് പറയുന്നുണ്ട്, എങ്കിലും എനിക്ക് എവിടേക്കോ എന്തൊക്കെയോ സംശയം തോന്നുന്നു. വർഷ പറയാണ്, നിനക്ക് തോന്നിയില്ലേ? എനിക്കും തോന്നി. കാരണം നിന്റെ സുധിയേട്ടൻ തന്നെയാ ആ സ്വർണ്ണം എടുത്തെന്ന എന്റെ സംശയം. ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്ക് സംശയമൊക്കെ ഉണ്ട്. അതെ, അല്ലാതെ 5 ലക്ഷം രൂപ ആ പാർക്കിലെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നൊക്കെ കടം മേടിച്ചു പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ശ്രീകാന്ത്, നീ ആലോചിച്ച് നോക്കിയേ. അന്ന് പ്രോഫിറ്റ് കിട്ടുന്നെന്ന് പറയുന്നു, അതുപോലെ തന്നെ കാശ് എടുക്കണമെന്ന് കാണിക്കുന്നു. തൊട്ട് പിന്നാലെ രേവതിയുടെ സ്വർണം മുക്കുകൊണ്ടാകുന്നു. പിന്നെ സ്വർണം കാണാതെ പോകുന്നു. ഇപ്പൊ കടമേടിച്ചെന്ന് പറയുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴേ നമ്മുടെ സുധിയേട്ടൻ തന്നെ സ്വർണം എടുത്തെന്നാ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ വർഷ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവൻ പറയാണ്, ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്കും അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നേ. പിന്നെ നമ്മൾ അറിയാത്ത കാര്യമൊന്നും നമ്മൾ പറയാൻ നിൽക്കണ്ട. വർഷ പറയുന്നുണ്ട്, എങ്കിലും നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിച്ചാലോ? എൻ്റെ വർഷേ, എനിക്കിവിടെ സമാധാനത്തോടെ ജീവിക്കണം. അത് മാത്രമല്ല, എനിക്ക് എൻ്റെ 2 ഏട്ടന്മാരും എൻ്റെ അമ്മയച്ഛനും എല്ലാം വേണം. ഇവിടുന്ന് അടിയുണ്ടായിട്ട് ആരും പുറത്തു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നീ വെറുതെ ഇരിക്കുക, നമുക്ക് നോക്കി നിൽക്കാം. അത് മാത്രം മതി. എല്ലാവരും എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, നമുക്ക് എല്ലാം ഒന്ന് കണ്ടുകൊണ്ടുവന്നാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വർഷ അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ രേവതി സച്ചിയും അടുക്കളയിൽ നിന്നുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതി പറയുന്നുണ്ട്, ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് ഏട്ടനെ കുറിച്ച്? ഏട്ടൻ മനഃപൂർവ്വമായിട്ട് അത് അടിച്ചോണ്ട് പോയെന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇപ്പൊ മനസ്സിലായില്ലേ ഏട്ടൻ കടം മേടിച്ചാണെന്ന്? സച്ചി പറയാണ്, എന്റെ വിവരമില്ലാത്ത കഴുതേ, നീ അതൊക്കെ വിശ്വസിച്ചോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? എടി, നീ ശ്രദ്ധിച്ചോ? നമ്മൾ അത്രയും നേരം സുധിയോട് ചോദിച്ചുകൊണ്ടിരുന്നപ്പോ സുധിയാണെങ്കിൽ എന്തോ പറയാൻ വേണ്ടി വാ തുറക്കാൻ വരികയായിരുന്നു. അത്രയും നേരം മിണ്ടാവുന്ന നമ്മുടെ അമ്മ ഓടി ചെന്നല്ലേ സുധിയുടെ കർണക്കുട്ടി നോക്കി അടി കൊടുത്തത്? ഭദ്രകാളിയെ പോലെ ഓടി വരുമല്ലായിരുന്നോ? രേവതി പറയുന്നുണ്ട്, അങ്ങനെ എനിക്ക് തോന്നിയില്ല. ഇത്രയും കാലം അടിക്കാത്ത അമ്മ സുധിയേട്ടനെ എന്തുമാത്രം തല്ലിയത്? അത് പിന്നെ സത്യമായതുകൊണ്ടായിരിക്കില്ലേ? നീ അങ്ങനെ ചിന്തിക്കാതെ തിരിച്ചു ചിന്തിച്ച് നോക്ക്. അമ്മ ആ സമയത്ത് സുധിയേട്ടനെ രക്ഷിക്കാൻ പോയെന്നാ എനിക്ക് തോന്നിയത്. അത്ര നേരം മിണ്ടാകുന്ന അമ്മ പെട്ടെന്ന് നിന്നിട്ട്, ആരാണ് നിനക്ക് കടം തന്നെ, ആരാ നിന്നെ കടം മേടിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് എത്ര തവണ ചോദിച്ചു. പെട്ടെന്ന് അവൻ പറഞ്ഞത് പാർക്കിലെ ആളെന്ന് കടം മേടിച്ചതാണെന്ന്. അമ്മ രക്ഷിക്കാൻ ചെയ്തതാണെന്ന് തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത്. സച്ചേട്ടന് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട്. ഉറപ്പില്ലാതെ നമുക്കൊരു കാര്യം പറയാൻ പറ്റില്ല സച്ചേട്ടാ. നമുക്ക് തെളിവ് വേണം. തെളിവൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പോവാ. പാർക്കിലെ ഫ്രണ്ടിനോട് പോയിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് സത്യം എന്താണെന്ന്. അപ്പം അറിയാലോ അവൻ കാശ് കൊടുത്തോ ഇല്ലെന്നൊക്കെ ഉള്ളത്. രേവതി പറയാണ്, എങ്കിലേ നമുക്ക് അങ്ങനെ ചെയ്യാം. എന്തായാലും എന്റെ സ്വർണം എനിക്ക് വേണം രേവതി. ആ സ്വർണം നിനക്കെന്ന സ്വർണ്ണാണ്.
അതങ്ങനെ അവൻ കൊണ്ട് പുട്ടടിക്കണ്ട. 50 ലക്ഷം രൂപ അച്ഛൻ്റേത് അവൻ കൊണ്ടുപോയി. ഇനി 5 ലക്ഷം രൂപ കൂടെ കൊണ്ടുപോകണ്ട. ഇവനെ ഇങ്ങനെ വിട്ടാലേ പറ്റില്ല. ഈ കള്ളൻ ഇവിടെ ഉള്ളിടത്തോളം കാലം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ജീവിച്ച് പോവാൻ കുറച്ചൊക്കെ പാടുപെടും എന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറി ഉണ്ട്, അയാളെ പാർക്കിൽ കാണാൻ പോണതൊക്കെ. ആ ഒരു സ്റ്റോറിയൊക്കെ അടുത്തൊരു വീട്ടിൽ അപ്ലോഡ് ചെയ്യാട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.